റോയ്ച്ചായ ഉമ്മ തോമസിൻ്റെ അപകടത്തിൻ്റെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നുന്ന രീതിയിലാണ് ആ വേദി. കാരണം ഒരാൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. അവിടെയാണ് ഇത്രയും മന്ത്രി അടക്കം പങ്കെടുത്ത പരിപാടി നടന്നത്. മലയാളികൾ എന്താ ഇത്രയും അപകടങ്ങൾ നടന്നിട്ട് ഒന്നിൽ നിന്നും പഠിക്കാത്തത്? നമ്മുടെ ഒരു ജനതയുടെ ഒരു ഈ ഒരു സംഭവങ്ങളോടുള്ള നമ്മുടെ ആൾക്കാരുടെ പ്രതികരണമാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഉമ്മ തോമസ് എന്ന് പറയുന്ന MLA വീണു എന്നതിനൊക്കെ അപ്പുറത്തായിട്ട് 30,000 പേര് പങ്കെടുത്ത ഒരു യോഗത്തിലാണ് യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ അവസ്ഥയിലെത്തിയത്. 10,000-ഓളം കുട്ടികൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഉമ്മ തോമസിനെ പോലെ പൊതുസമൂഹം അറിയുന്ന ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് ഈ വാർത്തയും നമ്മളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. കേരളത്തിൽ ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറിക്കുക. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ വകുപ്പുകളും ഒന്ന് സടകുടഞ്ഞെഴുന്നേക്കും, പിറ്റേ ദിവസം മുതൽ വീണ്ടും പഴയ അവസ്ഥ തന്നെ. വളരെ സങ്കടകരമായ കാര്യമാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കേരളത്തിൽ ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് നദികളും കുളങ്ങളും കായലും ഒക്കെയുള്ള സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിൽ 15-ലധികം ബോട്ട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2023 ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് മുങ്ങിയ സംഭവം വരെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടന്ന നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് കുമരകം ബോട്ട് ദുരന്തം. 53 പേരോളം മരിച്ച് 2002 ജൂലൈ മാസത്തിൽ 27-ാം തീയതി നടന്ന ഒരു ദുരന്തമാണ്. കുമരകത്ത് PSC ടെസ്റ്റ് എഴുതിയിട്ട് വന്ന ഒരു സംഘം ചെറുപ്പക്കാരൊക്കെ കൂടി മരിച്ചുപോയ ഒരു സംഭവമാണ്. പാലപ്പഴക്കം ചെന്ന ഒരു ബോട്ട്, അതിനകത്ത് ഇത്രയും പേര് ആൾക്കാർ കയറി, അത് മുങ്ങിപ്പോയി, ഇത്രയും പേര് മരിക്കുകയും ചെയ്തു. അന്ന് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത നാരായണക്കുറുപ്പിനെ കമ്മീഷനാക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. വളരെ കൃത്യമായ രീതിയിൽ 6 മാസത്തിനുള്ളിൽ തന്നെ ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ഒരുപാട് നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ടായിരുന്നു കൊടുത്തത്. എന്തൊക്കെയാണ് ബോട്ട് യാത്രയിൽ പാലിക്കേണ്ടത്, കാലപ്പഴക്കം ചെന്ന ബോട്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ ബോട്ടിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്, ഇത്രയും യാത്രക്കാരുമായി പോയ ബോട്ടിനകത്ത് മതിയായ തരത്തിലുള്ള ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലായിരുന്നു. അത് 53 പേരും മരിച്ചു. അതവിടെ കിടക്കട്ടെ. അത് അന്വേഷണവും ഒക്കെ അവിടെ പാതി വഴിയിലായി. കമ്മീഷൻ 22ഓളം നിർദ്ദേശങ്ങൾ കൊടുത്തു, ഒരെണ്ണം പോലും നടപ്പാക്കിയില്ല. പിന്നീട് വന്ന് 2007 തട്ടേക്കാട് വിനോദയാത്രയ്ക്ക് പോയ കുട്ടികൾ അടക്കം 18-19 പേര് മരിച്ചു. 15 കുട്ടികളുണ്ടായിരുന്നു അതിനകത്ത്. അന്നേരം ഒരു കമ്മീഷനെ വെച്ച് ഇതൊക്കെ തന്നെ ഈ ബോട്ട് യാത്ര, അതായത് കുമരകം ദുരന്തത്തിലുണ്ടായ അതേ സാധനങ്ങൾ തന്നെയാണ് വീണ്ടും അവിടെയും ആവർത്തിക്കപ്പെട്ടു. അന്നേരം ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ചു, ഒന്നും നടന്നില്ല. ആ കേസ്, അതിൻ്റെ കുറ്റവിചാരണ പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വേറൊരു കാര്യം. അതിനുശേഷം 2009 തേക്കടിയിൽ 76 യാത്രക്കാരുമായി പോയ ബോട്ട് മുങ്ങി ഏതാണ്ട് 46-48 പേര് മരിച്ചു. എല്ലാം അന്യ സംസ്ഥാനത്തു നിന്നുള്ളവരായിരുന്നു കൂടുതലുണ്ടായിരുന്നു. അപ്പോഴും എന്താണ്, അന്നേരം കമ്മീഷൻ വരുന്നു, പതിവ് പോലെ അന്വേഷണം നടക്കുന്നു, ഒന്നും നടക്കുന്നു. ഇപ്പോൾ പോലും അത് സംബന്ധിച്ച കേസിൻ്റെ കുറ്റവിചാരണ പോലും ആരംഭിച്ചിട്ടില്ല. ആദ്യം കൊടുത്ത കുറ്റപത്രം തള്ളിക്കളഞ്ഞു, കോടതി തള്ളിക്കളഞ്ഞു. പിന്നെ രണ്ടാമത് എന്തോ തട്ടിക്കൂട്ടി കുറ്റപത്രം കൊടുത്തു, അതും എങ്ങും എത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ ദുരന്തം. ഇത് തന്നെ. ഇങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ തട്ടിക്കൂട്ട്, ആരെങ്കിലും ഒരാളെ സസ്പെൻഡ് ചെയ്യും, തട്ടിക്കൂട്ട് അന്വേഷണം, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായ തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അതേത് സർക്കാരായാലും, ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവമാണ് ഈ മനുഷ്യൻ്റെ കുരുതിയിൽ നടക്കുന്ന കാര്യം. ഇപ്പോൾ ഭാഗ്യത്തിനാണ് ഉമ്മ തോമസിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യവും ഉമ്മ തോമസിൻ്റെ ആയുസിൻ്റെ വലിപ്പവും കൊണ്ട് ഉമ്മ തോമസിന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ പുരോഗതി മാത്രമേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കുടുംബത്തിൻ്റെ ഏക അത്താണി, 2 മക്കൾക്ക് ആകെ അവരുടെ പിതാവ് 2 വർഷം മുമ്പ് മരിച്ചു. ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഉമ്മ തോമസ്. കേരളത്തിലെ ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ സംഘാടകരുടെ അനാസ്ഥ കൊണ്ട്, സർക്കാരിൻ്റെ തന്നെ അനാസ്ഥ കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഈ തട്ടിക്കൂട്ടൊരു സംഘടന, തട്ടിക്കൂട്ട് സ്റ്റേജ്, തട്ടിപ്പ് ഏർപ്പാടുകൾ നടക്കുന്നു. എന്നിട്ട് പോലും ഒരു ആലോചനയുമില്ല, ഒരു അന്വേഷണവുമില്ല, ഒന്നുമില്ല. വേറൊരു കാര്യം, GCDA ഇതിന് പെർമിഷൻ കൊടുത്തു ഈ സ്റ്റേഡിയം ഉപയോഗിക്കാൻ. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഈ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങണം, പിടിക്കണം എന്നൊക്കെ കൊടുത്തൊരു വളരെ വേഗമായിട്ടുള്ള കൊടുത്തു പോകുന്നു. ഇതൊന്നും അന്വേഷിക്കാനില്ല. 30,000 പേര് സംഘടിച്ച് വന്ന ആ സ്റ്റേഡിയത്തിൽ കേവലം 50 പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി ഈ സംഘാടകർ പണം അടച്ചത്. 50 പോലീസുകാരെ കൊണ്ട് 30,000 പേരെ എവിടെ നോക്കാൻ വേണ്ടിയാണ്? അതിനകത്ത് ഏറ്റവും ഗുരുതരമായ ഈ വേദിയിൽ മന്ത്രി
സജി ചെറിയാൻ പങ്കെടുക്കുന്നു. അതിനോടൊപ്പം തന്നെ 2-3 സിനിമാ താരങ്ങൾ, അതിനോടൊപ്പം തന്നെ ADGP S. ശ്രീജിത്ത്, ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഉണ്ടായിരുന്നു, കമ്മീഷണറുണ്ട് അവിടെ. ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഈ തട്ടിക്കൂട്ട് സംഘടനയുടെ തട്ടിക്കൂട്ട് ഈ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വെച്ച് അവിടെ നടന്നിരിക്കുന്നത്. ഇവരുടെ കൺമുമ്പിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കി. മതിയായ ഒരു റിബൺ കെട്ടിയിട്ടാണ്, നടക്കാൻ പോലും സ്ഥലമില്ലാത്ത റിബൺ കെട്ടി വെച്ചെടുത്താണ് ഈ പാവപ്പെട്ട MLA മറിഞ്ഞു വീണത്. എന്നിട്ടോ ആ കൃത്യമായ ആംബുലൻസ് ഇല്ല, സ്ട്രെച്ചർ ഇല്ല, ഒന്നുമില്ല. ഒരവസ്ഥയിലാണ് ആ അപകടം നടന്ന സമയത്ത് പോയത്. ആയുസിൻ്റെ വലിപ്പം കൊണ്ട് മാത്രം ആ സ്ത്രീ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പിന്നാലെ ഇവിടെ നൃത്ത പരിപാടി നടക്കുകയാണ്. ഈ സംഘാടകരെ അന്നേരം തന്നെ കസ്റ്റഡിയിലെടുത്ത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചു എന്നുള്ളത് ഈ പരിപാടി അന്നേരം നിർത്തിവെക്കണ്ടേ? അതിനുശേഷം വീണ്ടും ഇതുകൂടെ ആവർത്തിക്കുമായിരുന്നു. എന്തോ ചെയ്തതിന്? അല്ലെങ്കിൽ ഈ സ്റ്റേജ് കസേരയുടെ മേളിലാണ്, പ്ലാസ്റ്റിക് കസേരയുടെ മേളിലാണ് സ്റ്റേജ് ഉണ്ടാക്കി വെച്ചു എന്ന് പോലീസ് തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നു. അങ്ങനെയുള്ളിടത്ത് വീണ്ടും തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ആരും അറിയാതാണോ? എന്നിട്ട് ഈ പിറ്റേ ദിവസം വന്നിരുന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മേയർ അടക്കമുള്ളവർ നാടകം കളിക്കുകയാണ്. അത് പിന്നെ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു, ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. ഇത് ഇവരുടെ കൺമുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാത്തരം തട്ടിപ്പുകൾക്കും കാവലാളായിട്ട് സർക്കാർ സംവിധാനങ്ങൾ നിൽക്കുകയാണ്. പിന്നീട് നമ്മൾ വിലപിച്ചിട്ട് കാര്യം. ഇതാണ് വർഷങ്ങളായി നടന്നു, ഇതാണ് ഇപ്പോഴും. ഇനിയിപ്പോൾ നാളെ നടന്നാലും ഇതേ സംഭവിക്കാൻ പോകത്തുള്ളൂ. ഈ തട്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പേരിലാണ് ഈ തട്ടിപ്പ് നടന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ 10-30,000 അല്ലെങ്കിൽ 10,000-ഓളം കുട്ടികളും അവരുടെ ബന്ധുക്കളും എല്ലാം വന്നത്. ഒരു MLAയുടെ അവസ്ഥ ഇതായിരുന്നു. കാരണം അത്ര തട്ടിക്കൂട്ടായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ആ കുട്ടികളെല്ലാം തിരിച്ച് ജീവനോടെ വീട്ടിൽ പോയത് തന്നെ ഭാഗ്യമെന്ന് വേണം പറയാൻ. മലയാളി രാവിലെ ഉറക്കം എഴുന്നേക്കുന്നത് എന്നെ ഒന്ന് തട്ടിച്ചിട്ട് പോകും എന്ന് പറയുന്ന മുദ്രാവാക്യവുമായിട്ടാണ്. കേരളത്തിൽ നടക്കാത്ത തട്ടിപ്പുകൾ ഏതെങ്കിലും ഉണ്ടോ? സാമ്പത്തിക തട്ടിപ്പുകൾ, ഉള്ള തട്ടിക്കൂട്ട് സൈബർ തട്ടിപ്പുകൾ, എല്ലാത്തരം തട്ടിപ്പുകൾക്ക് നമ്മൾ ആൾക്കാർ പോയി എല്ലാം. ഒരു ദിവസം ഈ തട്ടിപ്പിൻ്റെ വാർത്തയില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഈ തട്ടിപ്പുകൾക്കെല്ലാം നമ്മൾ ആൾക്കാർ പോയി നിൽക്കുകയാണ്. ഈ 12,000 കുട്ടികളെ ഈ പങ്കെടുപ്പിക്കുന്നതിന് പണം അങ്ങോട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഗിന്നസ് റെക്കോർഡ് ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം? ഈ പങ്കെടുത്ത 12,000 കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഗിന്നസിൻ്റെ അകത്ത് പങ്കെടുത്തു, ഇവരുടെ മുഖം ആർക്കെങ്കിലും കാണാൻ പറ്റും? ഇത് ദിവ്യ ഉണ്ണി നടത്തിയൊരു പരിപാടി എന്നുള്ള അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഈ കുട്ടികൾക്ക് എന്ത് ബെനിഫിറ്റ്? അവരുടെ ഗ്രേസ് മാർക്ക് കൂടുന്നുണ്ടോ? ഇപ്പം യുവജന കലോത്സവത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ കിട്ടും, അവാർഡ് കിട്ടും, ഇതൊക്കെ കിട്ടും. ഇതിനകത്ത് എന്താണ്? ഈ ഗിന്നസ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ അവസാനം കലകൾക്ക് അല്ലെങ്കിൽ മറ്റ് ഇതിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണോ? ഗിന്നസ് എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് സംഘടന തന്നെയാണ്. അതിന് ഈ പറയുന്ന പവിത്രതയൊന്നുമില്ല. ഒരു ഡാൻസ് ടീച്ചർ പറയുകയാണ്, ഈ 3,600 രൂപ ഫീസായിട്ട് കൊടുത്തതിന് പുറമെ അത്രയും ദൂരെ നിന്ന് വരുന്നതിന് വണ്ടിക്കൂലി 1,000 രൂപ, റൂം റെൻറ്റ് 1,000 രൂപ, പിന്നെ മറ്റ് ചിലവുകൾ, ഇതെല്ലാം കഴിഞ്ഞ് 10,000 രൂപ മുടക്കിയാണ് ഒരു കുട്ടി വന്ന് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഇതിനകത്ത് എന്ത് ഗിന്നസ് റെക്കോർഡ്? അല്ലെങ്കിൽ ആർക്കാണ് ഇതിൻ്റെ ഗിന്നസ് റെക്കോർഡിൻ്റെ പ്രയോജനം? ഈ സംഘടന നടത്തിപ്പുകാർ ആരാണെന്ന് പോലും ആർക്ക് പറഞ്ഞുകൂടാ. അത് തന്നെ തട്ടിക്കൂട്ടാണ്. അത് തന്നെ തട്ടിക്കൂട്ടാണ്. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നതിന് ഇവർക്ക് ഇതിനൊക്കെ അനുമതി കൊടുത്തവരും പ്ലസ് ഈ സംഘാടകരെയും പിന്നെ കൊലപാതക കുറ്റം ചുമത്തി അല്ലെങ്കിൽ നരഹത്യ ശ്രമം നടത്തിയതിൻ്റെ പേരിൽ കേസെടുക്കേണ്ട സംഭവമാണ്. അല്ലാതെ തട്ടിപ്പിനല്ല കേസെടുക്കേണ്ടത്, ഇതിനാണ് എടുക്കേണ്ടത്. എത്ര മനുഷ്യജീവനുകളെയാണ് അപകടത്തിൽ കൊണ്ടെത്തുന്ന ഈ ഒരു പരിപാടിക്ക് ഇന്ന് കൊടുത്ത്. അവിടെ ഒരു നമ്മളെ കണ്ടില്ല, അവിടെ അങ്ങ് ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു വണ്ടി പോലും ആ പ്രദേശത്ത് കണ്ടില്ല. ഇത്രയും പേര് പങ്കെടുക്കുന്നിടത്ത് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു സംവിധാനങ്ങളും ഇല്ല. തീ പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എല്ലായിടത്തും എപ്പോഴും. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണല്ലോ ഈ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി നിൽക്കുന്നത്. ഒന്നുമില്ല. 10-15 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഈ പങ്കെടുത്തവരിൽ അധികം പേരും. 12,000 പേരിൽ അത്തരക്കാരാണ് കൂടുതലും. ആ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ആർക്കെങ്കിലും സങ്കടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ആ കുടുംബത്തിനാണ് നഷ്ടം വന്നിരിക്കുന്നത്, ഇല്ലേ? അല്ലാതെ വേറെ ആർക്കാണ് നഷ്ടം വന്നിരിക്കുന്നത്? അപ്പോൾ ഇതാണ് ഈ സ്ഥിതി. ഈ ഇത്തരം തട്ടിപ്പുകാർക്ക് നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരാണ് ചെയ്തു കൊടുക്കുന്നത്. അത് ഏത് സർക്കാരും എല്ലായിടത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അത് തടയാൻ, അല്ലെങ്കിൽ ഇത്തരം മുഖ്യമന്ത്രി ഇന്നലെയാണ് പറയുന്നത് കേട്ടു, സ്വകാര്യ പരിപാടികൾക്ക് ഇനി സുരക്ഷാ മാനദണ്ഡങ്ങൾ വരുന്നു. എവിടെ? ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്ത് മാനദണ്ഡം വന്നു? അതിന് അടുത്ത മാനദണ്ഡം എഴുതി കൂട്ടി ഫയലായി ചർച്ചയായി വരാൻ അടുത്ത ഇനി 2 കൊല്ലം. അതിനിടയ്ക്ക് ഇനി 100 കണക്കിന് ആൾക്കാർ ഇതുപോലെ ചാവും. അത് പറയുമ്പോഴാണ് കൊച്ചി കോർപ്പറേഷൻ ഇന്നൊരു ഫ്ലവർ ഷോ നിർത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ ഒരു സ്ത്രീ അവിടെ വീണ് അവരുടെ കൈ ഒടിഞ്ഞതാണ്. നാളെ തീരാനുള്ള ഫ്ലവർ ഷോ ഇന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്തി. അത്ര ഊർജ്ജസ്വലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 20 ദിവസമായിട്ട് അവിടെ നടന്നു വരുവാണിത്. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് അതിന് മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ അത് നടത്തുന്ന 2 സർക്കാർ സ്ഥാപനങ്ങളാണ്. ഹോർട്ടികോർപ്പും വേറെ ഇതും കൂടെ ചേർന്നാണ്, ഹോർട്ടിക്കൾച്ചറും കൂടെ ചേർന്നാണ് നടക്കുന്നു പറയുന്നു. അപ്പോൾ ഇതാണ് സ്ഥിതി. നിങ്ങളിതൊരു ഉറങ്ങുമായിരുന്നോ? നിങ്ങളിത് കാണാതിരിക്കുക? നിങ്ങളുടെ കൺമുമ്പിലല്ലേ ഇതൊക്കെ നടക്കുന്നത്?
അപ്പോൾ ഇത് പോലീസ് എന്ന് പറയുന്നതോ സർക്കാർ സംവിധാനങ്ങളോ ഒരു തരത്തിലും നടപടി എടുക്കേണ്ട സമയത്ത് നടപടി എടുക്കും. ഈ കൊച്ചി കോർപ്പറേഷനകത്താണ് മോൻസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരൻ മറ്റേ തട്ടിപ്പ് ഈ പുരാവസ്തു എന്നൊക്കെ പറഞ്ഞ് കച്ചവടം കേരള പോലീസാണ് അവന് എല്ലാവിധ പിന്തുണ കൊടുക്കുകയും അവന് സുരക്ഷ വരെ ഏർപ്പെടുത്തുകയും ഇവരെല്ലാം അവിടെ പോയി. അപ്പോൾ ഇതാണ് ശരി. തട്ടിപ്പുകാർക്ക് ഒരു വശത്തൂടെ നമ്മൾ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ സുരക്ഷയും അവർക്ക് ലെജിറ്റിമസിയും അംഗീകാരവും ഒക്കെ കൊടുക്കുമ്പോൾ ഇത് നടന്നില്ലേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഉമാ തോമസിൻ്റെ കുടുംബത്തോട് നമുക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഇത് 2 വർഷം മുമ്പാണ് BT തോമസ് മരിച്ചത്. ഇതേപോലെ ഒരു അപകടത്തിൽ നിന്ന് അവരുടെ ഒരു മകൻ രക്ഷപ്പെട്ടിട്ട് അധികം നാളായില്ല ഇല്ലേ, വീണ്ടും ഈ അമ്മയ്ക്ക് ഇത്. അപ്പോൾ ഇതൊന്നും അവരുടെ കുറ്റം കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നോക്കിയേ, കേരളത്തിലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി, ഒരു മന്ത്രി എല്ലാം കൂടി ഇരിക്കുക. മന്ത്രിക്ക് വേണമെങ്കിൽ ഇത് സംഭവിക്കാമായിരുന്നു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നല്ല ഉള്ളൂ. അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് കസേരകൾ കൊണ്ട് തട്ടിക്കൂട്ടിയ ആ സ്റ്റേജിനകത്ത് ഇവർ ഇത്രയും പേര് ഇരിക്കുകയാണ്. കേരളത്തിലെ വിവിധ ജീവിത നിലവാരങ്ങളിൽ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഇരിക്കുന്ന സ്റ്റേജിലാണ് ഇത് സംഭവിച്ചത്. എന്നിട്ട് അവർ താഴെ വീണ് കിടക്കുമ്പോൾ ഇവിടെ ഡാൻസും കൂത്തും നടന്നുകൊണ്ടിരിക്കുക ഇല്ലേ. ഇതേക്കുറിച്ചൊന്ന് തപ്പി എടുത്ത് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തില്ല. ഇത് നടത്തിയ ദിവ്യ ഉണ്ണി പോയി എന്ന് പറയുന്നു. അവർ അമേരിക്കയിലേക്ക് പോയി. ഇനിയിപ്പം ആ അന്വേഷണം അവിടെ കൊണ്ട് തീർന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ആവേശം 2 ദിവസം കഴിഞ്ഞ് ഉമാ തോമസ് ആശുപത്രി വിട്ട് കഴിയുമ്പോഴത്തേക്ക് അന്വേഷണവും തീർന്നു, എല്ലാം തീർന്നു. ഈ തട്ടിപ്പുകാരന്മാർ ആ വഴി പോവുകയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.